ഹലോ, നമ്മുടെ ഈ വർഷത്തെ ചക്കക്കാലമൊക്കെ തീരാറായിട്ടുണ്ട്. ഇതൊരു കൂഴപ്ലാവാണേ. ഇതിൽ ചക്ക ഏതാണ്ട് മുക്കാൽ ഭാഗവും പഴുത്തിട്ടുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് കുറച്ച് പലഹാരം ഉണ്ടാക്കിയേക്കാം, ചക്ക കൊണ്ട് പലഹാരം ഉണ്ടാക്കിയേക്കാമെന്ന് വെച്ച് കുറച്ച് അരിയൊക്കെ പൊടിച്ചെടുത്തു. അരി തെള്ളാനായിട്ട് തങ്കൂസും സഹായിച്ചു. അത് കഴിഞ്ഞ് തെള്ളിയെടുത്ത അരി നന്നായിട്ട് മൂക്കി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. വറുത്തെടുത്ത അരി ഒന്ന് ആറാൻ വെച്ചിട്ട് നമ്മുടെ ചക്കപ്പഴം ഒന്ന് എടുത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്ത് പൾപ്പാക്കി എടുത്തിട്ടുണ്ട്. അതിന് അടുപ്പിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അതിനകത്തേക്ക് കുറച്ച് നെയ്യ്, ചോട്ടി പിടിക്കാതെ കുറച്ച് നെയ്യും ചേർത്ത് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഇതൊന്ന് കുറുകി വരുമ്പോഴത്തേന് ഇതിനകത്തേക്ക് നമ്മുടെ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. അത് അടുപ്പ് വെച്ച് ഉരുക്കിയ ശർക്കരപ്പാനി ഒന്ന് അരിച്ചെടുത്ത് ഒഴിച്ചു കൊടുക്കാം. വേറെ കല്ലൊന്നും വരാതിരുന്നുള്ളൂ. ഈ ശർക്കരപ്പാനി ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇതിലേക്ക് കുറച്ച് ഒരു 2-3 തരി ഏലക്ക ഒന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതും നന്നായിട്ടൊന്ന് കുറുകി വരണം. അതൊന്ന് കുറുകി വന്ന് കഴിയുമ്പോഴത്തേന് ഇതിനകത്ത് നമുക്ക് ചെറിയ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കണം. അതൊന്ന് മിക്സാക്കി മാറ്റി വെച്ചിട്ട് നമുക്ക് അരിപ്പൊടി ഒന്ന് കുഴച്ചെടുക്കാം. അരിപ്പൊടി കുഴയ്ക്കാൻ നല്ല തിളച്ച വെള്ളമാണ് ഉപയോഗിച്ചത്. നല്ല തിളച്ച വെള്ളം ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് കൈ പൊള്ളാതെ സൂക്ഷിക്കണം. അത് നമ്മുടെ വാഴയിലേക്ക് ഇലയട ഉണ്ടാക്കുന്ന പോലെ പരത്തിയെടുത്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ ചക്ക കൂട്ടം വെച്ചിട്ട് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് വേവിച്ചെടുക്കാം. വേഗം നല്ല സമയമെടുക്കും. 4 മണിക്കും രാവിലെയൊക്കെ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാം. അപ്പോൾ ഈ പലഹാരം ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.